ആളുകളും പോരാ, ദൈവത്തോട് ചേരാൻ പ്രധാനമായി ദൈവം ഒരു ആലോചനയുണ്ട്. അതാണ് സ്നാനം. ഒരു ശുദ്ധീകരണമാണോ സ്നാനം? ഒരിക്കലുമല്ല. അവ സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ ആലോചന എന്നതുപോലെ തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം കൊടുക്കാനുള്ള ഒരു കാര്യമാണ്. വിശ്വസിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്തുന്നത്. അവ സ്നാനപ്പെട്ടാലെല്ലാം തീർന്നു എന്നുള്ളതല്ല. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താൻ ദൈവം പറഞ്ഞിരിക്കുകയാണ്. ഇതേ സ്നാന ജലം ഇവിടെയുണ്ട്. സ്നാനം നടത്തുവാൻ സ്നാപകൻ വെള്ളത്തിന് ഉള്ളിലുണ്ട്. ഈ സ്നാനം നിർവഹിക്കുവാൻ മനസ്സോടെ ഒരുങ്ങി വന്നവർ ഇത് നടുവിലുണ്ട്. ഞാൻ ഈ ശുശ്രൂഷ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ ഞാൻ ഇങ്ങനെ പറയാം, പ്രിയരേ, ഈ ശുശ്രൂഷകൾ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ആരെങ്കിലും സ്നാനപ്പെടാത്തവരായി ദൈവമായി ഒരു ബന്ധം സ്ഥാപിക്കാത്തവരായി ഉണ്ടെങ്കിൽ നിങ്ങളോടൊരു കൽപ്പന. ഈ സ്നാനജലം ഒരു സാക്ഷ്യമാണ്. ഈ വെള്ളം സാക്ഷ്യം പറയുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. സ്നാപകൻ വെള്ളത്തിന്റെ ഉള്ളിൽ നിൽക്കുകയാണ്. ബഹുമാനിയായ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്ക്. പൈതൽ പ്രാർത്ഥനയോടെ കടന്നു വരും. ഒരു പാട്ടിന്റെ ഈരടികൾ ചേർന്ന് പാടാം. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ, വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. പകൽവേളയിൽ ഈ സ്നാന ജലത്തിലേക്ക് വന്ന പ്രിയ പൈതലിനോട് കർത്താവിന്റെ ഒരു ദാസൻ എന്ന നിലയിൽ, ഈ സ്നാനപ്പെടുത്തുവാൻ വേണ്ടി വന്ന ഒരാളെന്ന നിലയിലും ഞാൻ ബഹുമാനി പൈതലിനോട് ചോദിക്കുന്നു, മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഈ താണഭൂമിയിലേക്ക് മനുഷ്യവേഷമെടുത്ത് ജോസഫിന്റെയും മറിയയുടെയും മകനായി ജനിക്കപ്പെടുകയും 30 വർഷം ഇവിടെ ജീവിച്ച് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി സകല പാപവും വഹിച്ച് കാലുകളുടെ കൊലക്കളത്തിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ നീ വിശ്വസിക്കുന്നുവോ? ഈ കർത്താവ് നിന്റെ രക്ഷകനും നിന്റെ പരിപാലകനും നിന്നെ നടത്തുവാൻ ശക്തനുമാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? കർത്താവിന്റെ നാമനിമിത്തം വീണ്ടും പൈതലോട് ചോദിക്കുന്നു, ഈ രക്ഷകനാകുന്ന കർത്താവിന്റെ ആലോചനയായ ഈ സ്നാനം സ്വീകരിക്കുവാൻ, ഈ സ്നാനജലത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന പ്രിയ പൈതലിനോട് ചോദിക്കുവാൻ ഒരു ചോദ്യമുണ്ട്. ഈ കർത്താവിന്റെ മരണപുനരുത്ഥാനത്തിൽ പങ്കാളിയാകുന്ന സ്നാനം സ്വീകരിച്ച് വിശുദ്ധിയോടും നിർമ്മലതയോടും കൂടെ ജീവിക്കുവാൻ നീ താല്പര്യപ്പെടുന്നുവോ? നിനക്കതിന്റെ മനസ്സുണ്ടോ? നിന്റെ നല്ല തീരുമാനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ സ്നാനജലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി, അവിടുത്തെ സന്നിധാനത്തിൽ ഉറപ്പോടും ധൈര്യത്തോടും നിന്ന് ജീവിക്കേണ്ടതിന്, കർത്താവിന്റെ മഹത്വം നിർവഹിക്കേണ്ടതിന്, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശു മാത്രമേ ദൈവമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് അവിടുത്തെ മരണപുനരുത്ഥാനത്തിൽ പങ്കാളിയാകുന്നത് ഏക സ്നാനത്തിലൂടെയെന്ന് തിരിച്ചറിഞ്ഞ് ഈ സ്നാനക്കിടവിലേക്ക് വന്ന് ഈ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവന്റെ വരുകാല ജീവിതത്തിൽ എന്റെ ദൈവത്തിന്റെ നിറവും അനുഗ്രഹവും പകരണമേ. ഈ ശുശ്രൂഷയിൽ അവിടെ സാന്നിധ്യം ഉള്ളതിനായി സ്തോത്രം. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ പിതാവിന്റെയും ആദിമ അപ്പോസ്തലന്മാർ ആചരിച്ചതുപോലെയും കർത്താവിന്റെ വചനം കൽപ്പിക്കുന്ന പോലെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പൈതലിനെ വെള്ളത്തിൽ നിമജ്ജനം ചെയ്യുന്നു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. സ്വർഗ്ഗ നല്ല പിതാവേ, ഈ പൈതലിന് വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മരണപുനരുത്ഥാനത്തിൽ പങ്കാളിയായി കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനമേൽക്കുവാൻ അവനെ ഇടയാക്കിയതിനായി സ്തോത്രം. ഇന്നു മുതൽ